എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലി, കർണാടക സംസ്ഥാനത്തുള്ള ബാവലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മുടെ കൊട്ടിയൂരുകാരനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്യു എന്നയാളുടെ ഒരു ഫാഷൻ ഫ്രൂട്ട് തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ധാരാളം ഫാഷൻ ഫ്രൂട്ടുകൾ ഇവിടെ ഇങ്ങനെ കായ്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഏകദേശം 1.5 ഏക്കർ ഉള്ള ഒരു അതിവിശാലമായ ഒരു സ്ഥലത്ത് കവുങ്ങിൽ കൂടി കെട്ടിയുണ്ടാക്കിയ ഒരു ഫാഷൻ ഫ്രൂട്ട് തോട്ടമാണ്. ഇദ്ദേഹമാണ് മാത്യു സാറിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. സാർ, എത്ര കാലമായി ഈ കൃഷി തുടങ്ങിയിട്ട്? ഏകദേശം 3 വർഷമായി. ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. 3 വർഷത്തോളമായി തോട്ടമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് ഇത് കായ്ഫലം ഉണ്ടാവും? 8 മുതൽ 9 മാസം വരെ നമുക്ക് വിളവെടുക്കാം. കഴിഞ്ഞാൽ 9 മാസം നമുക്ക് വിളവെടുക്കാം. 9. ഇത് ഏതിനം ഫ്രൂട്ടാണ്? ഏതിനം? ഹൈബ്രിഡ് ഫാഷൻ ഫ്രൂട്ടാണ്. ഹൈബ്രിഡ് ആണ് ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇതിന് എങ്ങനെ കിലോയ്ക്ക് നമുക്ക് എത്ര രൂപ വെച്ച് നമുക്ക് ഏകദേശം ലഭിക്കും? സീസണിൽ ഓരോ വിലയാണ്, ഡിമാൻഡ് അനുസരിച്ചാണ്. ഇത് നമുക്ക് 60 മുതൽ ഹോൾസെയില് ഏറ്റവും വില കുറയുന്ന സമയത്ത് 60 മുതൽ 110-120 രൂപ വരെ നമുക്ക് വില കിട്ടും. അപ്പോൾ ഇത് മഴക്കാലത്തും നല്ലവണ്ണം കായ്ക്കും? അത് മഴക്കാലത്ത് ഇത് കൂടുതലും കായ്ക്കുന്നത്. വർഷത്തിൽ ഒരു 3 സീസണായിട്ടാണ് ഇത് കായ്ക്കുന്നത്. അപ്പോൾ ഏത് സീസണിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുക? ഡിമാൻഡ് ഉണ്ടാകുന്നത് സാധാരണ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റി സാറിനൊന്ന് പറയാൻ സാധിക്കുമോ? ഇത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ ഈ പനി സീസണുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഡെങ്കിപ്പനി, അതേപോലെ സീസണൽ വൈറൽ ഫീവറൊക്കെ വരുന്ന സമയത്ത് ബ്ലഡിന് കൗണ്ട് കൂടുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് നന്നായി ഡിമാൻഡ് ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ സാർ ഇത് വിത്താണ് വെച്ചത്? അതിൻ്റെ തണ്ട് നടുവാണ്? എങ്ങനെയാണ് ഇതിൻ്റെ പ്രജനനം? എങ്ങനെയാണ്? വിത്താണ് ഇതിന് ഉപയോഗിക്കുക. ഇത് നമ്മുടെ ഒരു നല്ല വലിയ വലിപ്പമുള്ള ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ വിത്തുണ്ടാക്കാം. ഞങ്ങൾ വിത്ത് വാങ്ങി മുളപ്പിച്ച് പാകുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹൈബ്രിഡിൻ്റെ ഒരു വലിയ വിത്തെടുത്ത് അതിനകത്ത് കുരു നമ്മൾ പാകി മുളപ്പിച്ച് കൂടിനകത്താക്കി അത് ഓരോന്ന് വെക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ തണ്ടുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ പന്തലിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രത്യേകത, പന്തലിലോട്ട് കയറുമ്പോൾ ഇതിന് ഒറ്റ തണ്ട് മാത്രമേ പന്തലിലോട്ട് കയറ്റാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ മുള പൊട്ടി വരും. അത് മുഴുവൻ നമ്മൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ മുറിച്ച് കളയണം പന്തലെ കയറുന്നവരെ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കൂടി വികസിച്ച് നിൽക്കും, പന്തലിൽ കയറി കായ ഉണ്ടാകുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ തണ്ട് മാത്രമേ നിലത്ത് നിന്ന് ഇതിലേക്ക് പന്തലിലോട്ട് കയറാൻ പാടുള്ളൂ. പന്തലിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം മാത്രമേ പടരാനായിട്ട് പാടുള്ളൂ. ഇതിൽ എല്ലാം അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാവൽ കൃഷിയുടെ കാര്യം പറഞ്ഞാൽ ഈ പാവൽ കൃഷിക്കും അങ്ങനെ തന്നെയാണ്. ഒറ്റ തണ്ട് മാത്രം കയറ്റിയിട്ട് പന്തലിൽ കയറ്റിയിട്ട് ബാക്കി അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത് പന്തലിൽ കയറിയ ശേഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ഈ കൃഷിക്കും ബാധകമാണല്ലോ? അപ്പോൾ ഇതിന് ഒരു കായ് ഏകദേശം ഒരു കിലോയ്ക്ക് എത്ര കായ് നമുക്ക് വേണ്ടി വരും? ഇത് മുഴുത്ത കായാണെങ്കിൽ നമുക്ക് 5 മുതൽ 6-7 കായ്ക്ക് 1 കിലോ എത്തും. അല്പം വലിപ്പം കുറഞ്ഞതാണെങ്കിൽ അത് 8 വരെ കായുണ്ടെങ്കിൽ 1 കിലോ ആവും. ഇത് ഹൈബ്രിഡിന് സാധാരണ 5 മുതൽ 6 വരെയാണ് 1 കിലോ ആയിട്ട് ലഭിക്കുക. ചിലപ്പം നമ്മുടെ പണിയുടെ അല്ലെങ്കിൽ വളത്തിൻ്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വലിപ്പം കുറഞ്ഞത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പം വലിപ്പം കുറഞ്ഞ കായാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഈ തോട്ടം ഉപേക്ഷിക്കാൻ പോകുന്ന കാലഘട്ടമാണ്. ലാസ്റ്റ് വിളവെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം കൂടുതൽ പണിയെടുത്തിട്ടില്ല ഇതിന്. അതുകൊണ്ട് അല്പം വലിപ്പം കുറവാണ്. ഇപ്പോൾ ഇത് കായായി വരുന്നതേ ഉള്ളൂ, പഴുത്തിട്ടില്ല. സാർ, ഇപ്പോൾ ഇതിന് ഒരു മറ്റ് ഉള്ള വിളകളെ പോലെ ഇതിന് ധാരാളം വെയിൽ കിട്ടേണ്ട ഒരു ഇനമാണോ? അത് ഇതുപോലുള്ള കവുങ്ങ് തോട്ടത്തിലൊക്കെ ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണോ? നന്നായി വില കിട്ടേണ്ടതാണ്, നന്നായിട്ട് വെയിൽ കിട്ടേണ്ട ഒരു വിളവാണ്. ഇങ്ങനെ ഈ കവുങ്ങ് തോട്ടത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിളവ് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും ഇതിന് നന്നായി വെയിൽ ലഭിക്കുന്നു, 2 സൈഡിൽ നിന്നും വെയിൽ ലഭിക്കുന്നുണ്ട്. നല്ല വെയിൽ ലഭിക്കേണ്ടതായ ഒരു കൃഷിയാണ്. അപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു വിളവ് ഉണ്ടാകുമെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് സാർ? അതും കൂടി വിശദീകരിക്കാമോ? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ആളെടുത്തോട്ട് പോവുകയാണ് ചെയ്യുക. ഞങ്ങളിവിടെ പറിച്ചു വെച്ചാൽ ഓരോ ദിവസവും വിളിക്കും. ഇത് ബാംഗ്ലൂരേക്കാണ് കൂടുതലും പോകുന്നത്. ബാംഗ്ലൂർ പൾപ്പുണ്ടാക്കുന്ന കമ്പനിയിലേക്ക് ആണ് കൂടുതലായിട്ട് പോകുന്നത്. അല്ലാതെ മാർക്കറ്റിൽ വിൽക്കുന്നതിനായിട്ടും പോകാറുണ്ട്.
അപ്പോൾ ഇത് ഈ കൃഷി എങ്ങനെ നമുക്ക് സാധാരണ കർഷകർക്ക് ചെയ്താൽ ഇത് ലാഭകരമാണെന്നാണ് സാറിൻ്റെ അഭിപ്രായം? ലാഭകരം കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇതിന് കേടുകളുണ്ടാകുമ്പോൾ ആ കേടുകളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്തൂടെ ഈച്ച, നമ്മുടെ പാവലിനൊക്കെ സംഭവിക്കുന്ന ഈച്ച ഇതിന് വരാറുണ്ട്. അപ്പോൾ ആ ഈച്ചയൊക്കെ നമ്മൾ ആട്ടി പിടിക്കുന്നതിനായിട്ട് ഒരുപാട് ഫിറമൺ കണികൾ ഓരോരുത്തർ കെണികളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഈച്ച വീണിട്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഈച്ചയ്ക്കുള്ളത് ചെയ്യണം. അതേപോലെ ഇതിനകത്ത് ഫംഗസ് വരും. അതേപോലെ ചുരുങ്ങി ഇത് ഇങ്ങനെ കായ് ചുരുങ്ങി കേടാണ്, മരുന്ന് അടിക്കേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചു പല കായ്കളും ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന. ഞങ്ങൾ അതിന് ഉള്ള ഫംഗസിനുള്ള മരുന്ന് അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ എന്തൊക്കെ വളപ്രയോഗ രീതി എങ്ങനെയാണ് അതൊന്ന് വ്യക്തമാക്കാം. അധികം ഒന്നും ചെയ്യേണ്ടതില്ല. ഇതിന് നന്നായി വെള്ളം കൊടുക്കുകയാണ് വേണ്ടത്. അതെ അതെ. ഇതിവിടെ ഞങ്ങൾ സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തുള്ളി നനയാണോ ഉദ്ദേശിക്കുന്നത്? സ്പ്രിംഗ്ലറാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് വെച്ച് ഇത് മൊത്തം തോട്ടം നനയ്ക്കും. ആഴ്ചയിൽ 1 or 2 നന കൊടുക്കാറുണ്ട്. പിന്നെ ചെറുതായിട്ട് അധികം വളം വേണ്ട, മറ്റേ കൃഷി ചെയ്യുന്ന പോലെ അധികം വളം ഇടേണ്ടതായിട്ടില്ല. ഒരു കായ വരുന്ന സമയത്ത് കുറച്ച് പൊട്ടാഷ്യം യൂറിയം കൂടി ഇട്ട് കൊടുക്കും. പിന്നീട് അടുത്ത കായ വരുമ്പോൾ വർഷത്തിലൊരു 3 സീസണാണ് ഇതിനുള്ളത്. 3 കായാണ് സാധാരണ ലഭിക്കുക. ഏകദേശം ഞങ്ങൾക്ക് 1.5 ഏക്കറിൽ നിന്ന് ആദ്യമായി സമയത്ത് 25 കിൻഡലോളമാണ് ആദ്യത്തെ കായ്ക്ക് കിട്ടിയത്. പിന്നെ അതിനനുസരിച്ച് ഓരോ പ്രാവശ്യവും 2 ടണ്ണ് 2.25 ടണ്ണ് അങ്ങനെ ഓരോന്നും കുറഞ്ഞാണ് വന്നത്. ഇപ്രാവശ്യം അല്പം കുറവാണ്. അത് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ലാഭകരമാണ് നമ്മളിത് ശ്രദ്ധിച്ചാൽ. നമുക്കിതിനകത്ത് ഒരാൾ എപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് ആൾ വേണം. പിന്നെ ഇതിൻ്റെ എലിയും വാവലും പഴുത്തു കഴിഞ്ഞാൽ വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ലാഭകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിരുന്നു, കൃഷി ലാഭകരമായിരുന്നു. ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? നമുക്ക് ആളുകൾ വന്ന് എടുക്കും എന്ന് പറയുന്നു. അതല്ലാണ്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിംഗ് ഇതിന് വേണ്ട സാധ്യതയുണ്ട്? ലോക്കൽ മാർക്കറ്റിങ്ങിന് ഈ സമയത്തൊക്കെ ജൂൺ ജൂലൈ ഈ സമയത്തൊക്കെ ഇത് മാർക്കറ്റിൽ 200 രൂപയാണ് നമുക്ക് റീറ്റെയിൽ സെയിലിന് കിട്ടുക. 160 മുതൽ. ഏറ്റവും കൂടുതൽ വിലയാണോ 200 രൂപ? 200 വില നമുക്ക് കിട്ടാറില്ല. ഹോൾസെയിൽ വില നമ്മുടെ അടുത്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സമയത്തൊക്കെ ഒരു 80-90 രൂപ വില കിട്ടാറുണ്ട്. അല്ല, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ലോക്കൽ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര കിട്ടും? അതായത് ലോക്കൽ കടകളിൽ എസ്പെഷ്യലി ഹോസ്പിറ്റലിൻ്റെ വലിയ ഹോസ്പിറ്റലുകളുടെ സൈഡിൽ ഉള്ള മാർക്കറ്റുകളിൽ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര പ്രതീക്ഷിക്കാം? അങ്ങനെ മാർക്കറ്റ് അതൊരു സീസണ്, അതിൻ്റെ ഡിമാൻഡ് ഓരോ സീസൺ അനുസരിച്ചാണ് അതിൻ്റെ ഡിമാൻഡുകൾ വരുന്നത്. അപ്പോൾ അത് അങ്ങനെ കൃത്യം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉൽപ്പാദനം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ വർഷം അല്പം വില ഡിമ്മായിട്ടാണുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് കൃഷി വളരെ ലാഭകരമാണെന്നാണ് സാറിൻ്റെ അഭിപ്രായത്തിൽ? അതെ അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിരുന്നു. ഒറ്റ സീസൺ കൊണ്ട് തന്നെ ആദ്യത്തെ വിളവെടുപ്പോടു കൂടി ഞങ്ങളുടെ മുതലിങ് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതായത് ഇത് സ്വന്തം പറമ്പിൽ വെക്കുകയാണെങ്കിൽ ഈ കവുങ്ങ് കൂടി അതിൻ്റെ ഒരു മെച്ചമായ ഒരു എക്സ്ട്രീം പ്രൊഡക്ഷനിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് സാറിൻ്റെ അഭിപ്രായം? ഇത് ഞങ്ങൾ വെച്ചതോടുകൂടി ഈ കവുങ്ങിലെ കായ വളരെ അധികം വർദ്ധിച്ചു. ഡബിളല്ല, അതിലും കൂടുതലായി. ആദ്യം ഈ കവുങ്ങിനുണ്ടായിരുന്ന വിളവിൻ്റെ 3 ഇരട്ടി വിളവാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിടുന്ന വളവും അതേപോലെ നനവും എല്ലാം കൊണ്ട് ഈ കവുങ്ങ് വളരെയധികം നല്ല വിളവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഒരു കർണാടക സ്റ്റേറ്റാണ്. ഇത് ബാവലി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം ചൂട് കൂടിയ സ്ഥലമാണ്. അതുകൂടാതെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പാലക്കാട് അതുപോലെയുള്ള പ്രദേശങ്ങൾ, കോട്ടയം അതുപോലെ പ്രദേശങ്ങളിലെല്ലാം വളരെ ചൂടേറിയ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ചൂട് കൂടിയ സ്ഥലങ്ങളിലും ഈ കൃഷി ചെയ്ത് വിജയകരമാക്കാം എന്നാണോ സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും നനച്ചാൽ മാത്രം മതി. ചൂടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ നല്ല കായ്കൾ കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും വളരെ നന്ദി മാത്യു സാർ. ഇങ്ങനെ ഒരു തോട്ടം കാണുവാനും ഈ ഒരു വേറിട്ടൊരു കൃഷിയെപ്പറ്റി പരിചയപ്പെടാനും ഇടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഇനിയും തുടരും. നിങ്ങൾ കാത്തിരുന്ന് കാണുക.